പിന്നെ ഒരു നിമിഷം പോലും ഞാൻ അവനിവിടെ നിർത്തില്ല, അടിച്ചു പുറത്താക്കും. അതിനവൻ സമ്മതിക്കോ? ചതിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അവൻ എന്തും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ആ ഭീഷണിയെ ഒറ്റയ്ക്ക് നേരിടാൻ നിന്നെക്കൊണ്ട് പറ്റുമോ? പറ്റും. പറ്റണ്ടേ? എന്റെ ഏട്ടത്തി എന്നെ ഓർത്ത് വിഷമിക്കണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ ശരത്ത്. എന്ന് വെച്ച് പേടിച്ചങ്ങ് ഒളിക്കാൻ പറ്റുമോ? ഇതുപോലുള്ള ഭീഷണി വന്നാ നേരിടാതെ പിന്നെ എന്ത് ചെയ്യാനാ? നേരിട്ടല്ലേ പറ്റൂ. ഏട്ടത്തിയുടെ കല്യാണം കഴിയുമ്പോ തന്നെ ആ ശരത്ത് തളരും. കല്യാണം നടത്തില്ലെന്നാണല്ലോ അവന്റെ വീരവാദം. ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോ തന്നെ അവനങ്ങ് മടുത്തോളും. ആ സമയത്തായിരിക്കും എന്റെ അറ്റാക്ക്. അതും കൂടെ ആവുമ്പോഴേ പതനം പൂർത്തിയാവും. ഏട്ടത്തി സമാധാനായിട്ടിരിക്കെ. ഏട്ടത്തി പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ വരും. ഏട്ടത്തി എന്നെ വിശ്വസിക്കും. സാറ് തീരുമാനം ഇതുവരെ പറഞ്ഞില്ല. കല്യാണത്തിന് പോകണ്ടല്ല? ഞാനില്ല സ്വാമി, ഞാൻ അവിടെ വന്നത് ശരിയാവില്ല. സിദ്ധു വക്കീല് കാരണം സാറിന് ഈ വീട് തിരിച്ചു കിട്ടിയത്. അതൊക്കെ എനിക്കറിയാം സ്വാമി. ആ സ്നേഹവും കടപ്പാടും എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. എന്ന് വെച്ച് എല്ലായിടത്തും ചാടിക്കയറി നമുക്ക് പോകാൻ പറ്റുമോ?